ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ജെൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട്. ആദ്യം പലരും തെറ്റിച്ചൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ ഒന്ന് രണ്ടാൾക്കാർ ശരിയായിട്ട് തന്നെ ഗസ് ചെയ്ത് പിന്നെ എല്ലാവരും കറക്റ്റായിട്ട് ഗസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക വെച്ചിട്ടൊരു ജെല്ലാണ്. ഓക്ര എന്നൊക്കെ പറയില്ല, ഓക്ര ജെൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, മഗ്നീഷ്യം, വൈറ്റമിൻ എ ആൻഡ് സി ആണ് കൂടുതൽ. അപ്പം വൈറ്റമിൻ സി ഭയങ്കര വോളറ്റൈൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതങ്ങനെ നമ്മൾ ചൂടാക്കിയാലൊക്കെ ആ വൈറ്റമിൻ സി അതിൻ്റെ അകത്തുനിന്ന് പോകും. അപ്പം അതുകൊണ്ട് ഇത് ഇപ്പോൾ തന്നെ ചൂടാക്കിയിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ ഈ ജെല്ല്. ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടാക്കി കഴിഞ്ഞാൽ ഈ വൈറ്റമിൻ സിയുടെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്യാം. വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. ഇതുപോലൊരു 5-6 വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ഓർഗാനിക് ആയിട്ടുള്ള വെണ്ടയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽസും കൂടെ തലയിലിരിക്കും. അപ്പോൾ വെള്ളം ഒഴിക്കാൻ ഞാൻ ഇതിനകത്ത് കുറച്ച് റോസ് വാട്ടർ ആഡ് ചെയ്തു, ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്. അപ്പം നമുക്ക് വെണ്ടയ്ക്കൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു സ്ലിറ്റ് ഇട്ട് കൊടുക്കാം, നടുക്ക് വെച്ചിട്ട് നന്നായിട്ട് കഴുകണം. അതിൻ്റെ ഉള്ളിൽ പുഴു ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ജെല്ലുണ്ടാക്കുമ്പോൾ പുഴുവും കൂടെ ഒക്കെ അരഞ്ഞ് കുഴഞ്ഞ് അതിനകത്തിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എല്ലാ വെണ്ടയ്ക്കയും ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് സ്ലിറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഇത് ഫുള്ള് കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് വേണമെങ്കിൽ ജെല്ല് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ളൊരു സംഭവം. നമുക്ക് വലിയ പണിയില്ല. വെള്ളം, 1 കപ്പ് വെള്ളം, 4-5 വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഞാനിത് ഒരുപാട് തിക്കായിട്ടുള്ള ജെല്ലല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് ഇതായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്ര വെള്ളം. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ജെല്ല് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വെണ്ടയ്ക്കയും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. വേണമെങ്കിൽ ഇപ്പോൾ ചെറിയ വെണ്ടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വെണ്ടയ്ക്ക എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു രാത്രി ഫുള്ള് സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വെണ്ടയ്ക്കേൻ്റെ ഉള്ളിലത്തെ, നമ്മൾ കട്ട് ചെയ്തതിനകത്തുനിന്ന് വെണ്ടയ്ക്കേൻ്റെ ഉള്ളിലത്തെ ജെല്ല് പോലത്തെ ഒരു സംഭവം ഉണ്ടാവില്ലേ, അതിങ്ങനെ കുറച്ചായിട്ട് ഇറ്റിറ്റായിട്ട് ഈ വെള്ളത്തിൽ മിക്സ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മളത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ വെണ്ടയ്ക്കയിനകത്തുനിന്ന് ഇത് കണ്ടോ, ഒരു നൂല് പോലെ ഇങ്ങനെ ജെല്ലിങ്ങനെ വീണുകൊണ്ടേയിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ അത് മുഴുവൻ ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും പിന്നെയും വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. നമ്മളിപ്പോൾ അതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. നല്ല അടിപൊളി, നല്ല ഭയങ്കര എന്താ പറയുക, നല്ല രസമാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ജെല്ല് കാണുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഇതിനകത്ത് വെണ്ടയ്ക്കെല്ലാം നമ്മൾ അതിനകത്ത് ഒന്നുകൂടെ പിഴിഞ്ഞ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആ ഒരു ജെല്ല് കിട്ടും. ആ ജെല്ലൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്നൊന്ന് ഫിൽറ്റർ ചെയ്യാം. ഞാനത് ഓൾറെഡി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മറന്നുപോയി അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. അപ്പോൾ ഫിൽറ്റർ ചെയ്യാൻ സാധാരണ അരിപ്പൊക്കെ വെച്ചിട്ട് ഫിൽറ്റർ ചെയ്താൽ മതി. അപ്പം അതിൻ്റെ കുരുവും എല്ലാ സംഭവം നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാൻ പറ്റും. നമ്മൾ അലോവേരൊക്കെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ സമയം ഇട്ട് ഇങ്ങനെ ഇളക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അരിച്ച് കിട്ടും. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് സാധാരണ ഇപ്പോൾ ഹെയർ മാസ്ക് ഒക്കെ പോലെ അപ്ലൈ ചെയ്യാം. നമ്മൾ താളിയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. പിന്നെ അല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്റ്റർ വാഷ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പോൾ ചുരുണ്ട മുടിക്കുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ജെല്ലാണ്. ഹെയർ ഗ്രോത്തിനൊക്കെ നല്ലതാണ്. റൂട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ നല്ലതാണ്. മെയിനായിട്ട് അതാണ്. ഹെയർ ഫോളിക്കിൾസിനെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ നല്ല അടിപൊളി ജെല്ലാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്യുന്ന ഉറപ്പുള്ളവർ താഴെ കമൻറ്റ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റാ. കിടിലൻ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ.